പൊന്നാര മക്കളെ, ഞാൻ ഉണ്ടല്ലോ ഒരു നെയ്ച്ചോറും പോത്തിറച്ചി കറി തിന്നാനുള്ള പ്ലാനാണ്. അപ്പോൾ പാത്രം മോറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ നിങ്ങൾ. അപ്പോൾ ഞാനിവിടെ ഈ തായര ഉണ്ടല്ലോ അടുക്കളൻ്റെ അടുത്തുള്ള അവിടേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെയാണ്, ഇതിൻ്റെ ഉള്ളിലാണ് നെയ്ച്ചോറുള്ളത്. അപ്പോൾ ഞാൻ ഈ മൂടി തുറന്ന് കാണ്ട് നെയ്ച്ചോറിൽ ഇന്ന് പോരാട്ടോ. എല്ലാവരും മലപ്പുറം പത്തായം സബ്സ്ക്രൈബ് ചെയ്യുക. സബ് കയറിയിട്ടില്ല കാരണം. അപ്പോൾ ഞാൻ അധികം റൈസ് കഴിക്കാത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ അധികം എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഇത് തിരികെ മൂടി വെച്ച് കാണ്ട് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോരുകയാണ്. നേരെ തിരിച്ച് തന്നെ കണ്ട് പോരുകയാണ്. തിരിച്ച് പോന്നുകാണ്ട് ഇനിയിപ്പോൾ ഇറച്ചിക്കറി എടുക്കണം. അപ്പോൾ ഇമ്മ ഇവിടെ തന്നെ കൊണ്ടുവച്ചിരുന്നു അടുക്കളൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ അങ്ങനെ. അപ്പോൾ അതിൽ നെയ്യോ കണ്ടില്ല നിങ്ങൾ, ഭയങ്കര നെയ്യുള്ള ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ കൂടുതലായി കഴിക്കാനും പറ്റൂല. നമുക്കങ്ങനെ ഒന്നാമത് ഇതാണല്ലോ ചുവന്ന മാംസല്ലേ ബീഫൊക്കെ പറയുമ്പോൾ. അപ്പോൾ അളവ് കുറവാണ്, കണ്ടാൽ തന്നെ മനസ്സിലാവും. ഭക്ഷണത്തിന് കുറച്ച് ഡയറ്റ് അങ്ങനെയൊക്കെ നോക്കണം ഒരു മനസ്സിനാട്ടാ ഞാൻ. അപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിക്കണം. ഞാൻ വേറെ ഈ ഉള്ളിയും തൈരൊന്നും എടുക്കുന്നില്ല. എങ്ങനെ ഉണ്ട് തിന്നുകയാണ് അങ്ങനെ. അപ്പോൾ കുഴച്ച് കേട്ടോ, കുഴച്ച് കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ പൂതി വരും. നിങ്ങളുണ്ടാക്കുക. അത് ഇന്നലെ ഒരു വൈകുന്നേരത്തെ കേട്ടോ, വൈകുന്നേരം പിന്നെ അതേമാതിരി ഒരു ആപ്പിള്, അത് നെയ്ച്ചോറും തിന്നു കഴിഞ്ഞിട്ട് ഒരു ആപ്പിള് തിന്നുകയാണ്. പിന്നെ ഞാൻ നേരെ തായയിലേക്ക് വരികയാണ്, ഉമ്മർത്തേക്ക്. അപ്പം ഇതിൻ്റെ വല്യമ്മ മുസായിഫ് ഓതിക്കാണ്ട് ഉള്ളിൽ പോവാണ്. ഞാൻ ഇത് നോക്കാൻ വേണ്ടിയിട്ട്, പത്രം നോക്കാൻ വേണ്ടിയിട്ട്. വല്യമ്മ എന്തൊക്കെയാ പറഞ്ഞ്, ഞാനിപ്പോൾ ഏതായാലും ഒന്നും ഇതിൽ ഉൾപ്പെടുത്തണില്ല. പിന്നെ എന്താണ് ചോറ് വെച്ചാന്നാ ചോദിച്ചു വല്യമ്മ കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൽ പത്രത്തിൽ കണ്ടില്ല നിങ്ങൾ, എന്തൊക്കെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓണമൊക്കെ അല്ലേ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ന്യൂസുകൾ. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ പത്രങ്ങൾ നോക്കുന്നവർ കുറവായിരിക്കും. അങ്ങനെയാണ് കാര്യങ്ങൾ. എന്നാൽ ശരി, ബൈ.